ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സ്വന്തം പക്ഷേ നമ്മുടെ സ്കൂൾ ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാനായിട്ട് സ്കൂൾ ട്രാൻസ്ഫർ അല്ലേ. ഇപ്പൊ നമ്മൾ +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പൊ നിലവിൽ അവർ പഠിക്കുന്ന ആ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ തുടരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കും. അതായത് +1 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് +2 മറ്റൊരു സ്കൂളിലേക്ക് പോകണമെന്ന് അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും. അതായത് പല കാരണങ്ങളുണ്ടാവാം. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാകാം, ഇല്ലെങ്കിൽ അവിടെ ആ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ സ്കൂൾ ട്രാൻസ്ഫർ +2 വെച്ചിട്ട് പോസിബിൾ ആണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ തരാനായിട്ട് അങ്ങനെ എന്തായിരുന്നു ആരും ഇല്ലായിരുന്നുള്ളതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ചെയ്യാത്തത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ? എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കൂളിൽ ആ സ്കൂളിൽ പോയിട്ട് അവിടെ പ്രിൻസിപ്പാളിനെ കണ്ട് നമുക്ക് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയണം. വേക്കൻസി ഉണ്ട്, അപ്പോൾ അവിടെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ സബ്ജക്ട് കോമ്പിനേഷൻ. അതായത് നമ്മുടെ ആ സബ്ജക്ട് കോമ്പിനേഷൻ ആ സ്കൂളിൽ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ്. ഇപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളാം. നമ്മളിപ്പം പോയ സ്കൂളിൽ സംസ്കൃതവും ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സ്കൂൾമാർ നമുക്ക് പോസിബിൾ അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷനും ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് കോമ്പിനേഷൻ നമ്മളത് +1 എന്ത് പഠിച്ചോ അത് തന്നെയായിരിക്കണം ഇവിടെ ഉണ്ടാവുക. അത് തന്നെയായിരിക്കണം വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്മിഷൻ എന്ത് ചെയ്യണം? അഡ്മിഷന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പോയ സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് ഓക്കെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പേപ്പറിൽ എഴുതി വാങ്ങിയതായിരിക്കും ഇച്ചിരി നല്ലത്. അല്ലാതെ നമ്മളിപ്പോൾ വാക്കാൽ പറഞ്ഞു പോയിട്ട് നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ TC വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പേപ്പറായിട്ട് നമ്മൾ നമ്മുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെന്നിട്ട് സാർ ഇതുപോലെ ഞാൻ ഇവിടുന്ന് ഇത് മാറുവാണെന്നുള്ള രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് TC തരും, അതുമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒരു കുട്ടികളായിരിക്കില്ല, ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്താ? അതായത് ഒരു 10 കുട്ടികൾ ഇപ്പം അപേക്ഷിക്കാണെന്ന് വിചാരിക്കും. അവിടെ ആകെ ഒറ്റൊരു പോസ്റ്റേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പം ആ സ്കൂളിലെ വേക്കൻസി ഒറ്റൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെറിറ്റിന്റെ ബേസിലായിരിക്കും, പ്യുവർലി അത് മെറിറ്റിന്റെ ബേസിലായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെ പരിഗണിക്കുക എന്നുള്ളതായിരിക്കും അവിടെ ചെയ്യാനായിട്ട് പോകുന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ ഓക്കെ, അതിപ്പോൾ ഈ ഒരു ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട്, എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്, അൺഎയ്ഡഡ് സ്കൂൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണോ? യെസ്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ എയ്ഡഡ് ആണെന്നുണ്ടെങ്കിൽ അൺഎയ്ഡിലേക്ക് പോകാനും ഗവൺമെന്റിൽ നിന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല, അതൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ എന്ന് വരെ അപ്ലൈ ചെയ്യാം നമുക്ക്? യെസ്, ഇപ്പൊ നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കിത് ജൂൺ 15 വരെ, ജൂൺ 15-നുള്ളിൽ നമ്മൾ ഈ തനത് പ്രിൻസിപ്പൾസിന് അടുത്ത് പോയി ഈ അപേക്ഷ കൊടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തന്നെയാക്കി വിശ്വസിക്കുകയാണ്. സോ എല്ലാവരും ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതല്ലല്ലോ, നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് നമ്മൾ പഠിച്ചിട്ട് നല്ല മാർക്ക് എടുത്ത് പാസ്സാവുന്നുള്ളതാണ് ചെയ്യാൻ കാര്യം. യെസ്, ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.